ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വേൾഡ് ജോഗ്രഫിയുടെ 4ാമത്തെ ക്ലാസ്സിലാണുള്ളത്. 6ാം ക്ലാസ്സിലെ ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, വൈവിധ്യങ്ങളുടെ ലോകം. സോ നമുക്ക് നേരെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ ചിത്രത്തിൽ വളരെ വ്യത്യസ്ത തരത്തിലുള്ള ഭൂപ്രകൃതിയുടെ ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നതാണ് അല്ലേ. മരുഭൂമി, മരുപ്രദേശം, തരിശുഭൂമി, കാട് അല്ലേ. അപ്പോൾ ചിത്രം ശ്രദ്ധിച്ചില്ലേ? ഇതിൽ കാണുന്ന സസ്യജാലങ്ങൾ തികച്ചും വ്യത്യസ്തമല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഈ വ്യത്യാസം? സസ്യങ്ങളിൽ മാത്രമല്ല, ജന്തുജാലങ്ങളിലും ജനജീവിതങ്ങളിലുമൊക്കെ ലോകത്തിൽ ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു. ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥ സാഹചര്യങ്ങളാണ് ഇതിന് പ്രധാന കാരണം. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ എന്നറിയപ്പെടുന്നു. വൻകരകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ആദ്യം നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിച്ചത്. ലോകത്തിലെ വൻകരകളിലെല്ലാം വ്യത്യസ്തമായ കാലാവസ്ഥാ മേഖലകളുണ്ട്. അവയിൽ ചില മേഖലകളെ നമുക്ക് പരിചയപ്പെടാം. സോ ആദ്യമായിട്ട് പഠിക്കുക കാലാവസ്ഥാ മേഖലകൾ. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾക്ക് കാലാവസ്ഥാ മേഖലകൾ, അഥവാ ഒരേ തരത്തിലുള്ള ഏകദേശം ഒരേ തരത്തിലുള്ള കാലാവസ്ഥകളുള്ള പ്രദേശങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ക്ലൈമറ്റ് റീജിയൻസ് അല്ലെങ്കിൽ കാലാവസ്ഥാ മേഖലകൾ എന്നത്. മഴ ഒഴിയാത്ത ഉഷ്ണഭൂമികൾ. അപ്പോൾ നിരന്തരം മഴ പെയ്യുന്ന ചില പ്രദേശങ്ങൾ, ഉഷ്ണഭൂമികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ചില ഗോത്ര വിഭാഗങ്ങളുടെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ചിത്രത്തിൽ കാണുന്നത് വേട്ടയാടലിനായി തയ്യാറെടുക്കുന്ന പിഗ്മി. അപ്പോൾ പിഗ്മി പഠിച്ചു വെക്കുക, പിഗ്മിക്. അപ്പോൾ പിഗ്മിക്കുകൾ ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഉയരം കുറഞ്ഞതും ഇരുണ്ട നിറവുമാണവർക്ക്. കസാവ, മരിച്ചീനിയാണ് പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം. കൂടാതെ കായ്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഇവ ഭക്ഷിക്കാറുണ്ട്. ഇവർ മാനിൻ്റെ തുകൽ അഥവാ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട്. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുണ്ടാക്കുന്നു. വനങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് പിഗ്മികൾ. അപ്പോൾ പിഗ്മിക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖലയായ ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലെ ചില സവിശേഷതകൾ നമുക്ക് നോക്കാം. അപ്പോൾ പിഗ്മിക്കുകൾ എവിടെയാണ് കാണുന്നത്? ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ് ഇവരെ കാണപ്പെടുന്നത്. സോ ആ ഒരു ഭൂപ്രകൃതിയിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മഴ ഒഴിയാത്ത ഉഷ്ണമേഖലകൾ എന്ന് പറഞ്ഞു. വർഷം മുഴുവനും ഉയർന്ന അന്തരീക്ഷ താപനില, നോക്കിയേ, അന്തരീക്ഷ താപനില കൂടുതലായിരിക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ. ഓർക്കുക, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടി മഴയുണ്ടാകും. വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ. അപ്പോൾ എപ്പോഴും മഴ പെയ്യുന്നത് കൊണ്ടും അതോടൊപ്പം പകൽ സമയത്ത് നല്ല ചൂടുള്ളത് കൊണ്ടും എന്തു ചെയ്യും? പായൽ വർഗ്ഗങ്ങളും വള്ളിപ്പടർപ്പുകൾ, മരങ്ങൾ അഥവാ കാടുകൾക്ക് പറ്റിയ ഒരു സ്ഥലമാണ്. നിത്യഹരിത സസ്യങ്ങൾ, ഉണങ്ങാതെ നിത്യഹരിതമായിട്ട് എപ്പോഴും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന സസ്യജാലങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതാണ് ഈ സൈഡിലെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. നോക്കുമ്പോൾ തന്നെ മുഴുവനും പച്ചപ്പാണ് അല്ലേ. എന്തായിരിക്കാം മേൽപ്പറഞ്ഞ സവിശേഷതകൾക്ക് കാരണം? ഭൂമിയിൽ എല്ലാ പ്രദേശങ്ങൾക്കും സൂര്യപ്രകാശ ലഭ്യത ഒരുപോലെയല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല സൂര്യപ്രകാശം കിട്ടുന്നത് അല്ലേ. രാത്രി പകലുകളുടെ വ്യത്യാസവും വെളിച്ചത്തിൻ്റെ വ്യത്യാസമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥാ സവിശേഷതകൾക്ക് കാരണം. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഉയർന്ന അന്തരീക്ഷ താപനിലയും എല്ലാ ദിവസവും മഴയും കിട്ടാനുള്ള കാരണം ഭൂമധ്യരേഖയോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കാലാവസ്ഥാ സവിശേഷതകളാണ് ഇവിടുത്തെ സമ്പന്നമായ സസ്യ ജന്തു വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നത്. ആഫ്രിക്കയെ കൂടാതെ മറ്റു വൻകരകളിലും ഭൂമധ്യ രേഖയോടടുത്ത് സമാന സവിശേഷതകളുള്ള പ്രദേശങ്ങൾ കാണേണ്ടതല്ലേ അല്ലേ. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കാണാം? ആഫ്രിക്കയെ കൂടാതെ മറ്റു വൻകരകളിൽ, ആഫ്രിക്ക അല്ലാതെയുള്ള വൻകരകളും ഭൂമധ്യ രേഖയോട് അടുത്ത് നിൽക്കുന്നുണ്ട് അവിടുത്തെ ചില പ്രദേശങ്ങൾ. അപ്പോൾ അവിടെയും നമുക്ക് ഇതേപോലുള്ള
സാമ്യത കാണാൻ സ്വാഭാവികമായിട്ടും സാധ്യത ഉണ്ടല്ലോ. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഭൂമധ്യ രേഖയോട് അടുത്തു നിൽക്കുന്ന പ്രദേശങ്ങളെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആമസോൺ കാടുകളെ കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സോ തെക്കേ അമേരിക്കയിലെ എവിടെയാണ്? തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും സമാന സവിശേഷതകൾ നിലനിൽക്കുന്നു. അപ്പോൾ നിത്യഹരിത വനങ്ങളുള്ള പ്രദേശങ്ങളാണ് ആഫ്രിക്കയിലെ കോങ്കോ, ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ, ദെൻ തെക്കേ അമേരിക്കയിലെ ആമസോൺ. ആമസോൺ തടത്തിലെ ഗോത്രവർഗക്കാർ മലേഷ്യയിലെ സെമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു, ദയാഗ് തുടങ്ങിയ ജനവിഭാഗങ്ങൾ പിഗ്മികളെ പോലെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, പല പ്രദേശങ്ങളിലെയും ഗോത്രവർഗക്കാരുടെ പേര് PSC എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ മലേഷ്യയിലെ വർഗ്ഗക്കാരുടെ പേര് ഗോത്രവർഗമാണ് സെമാങ്ങുക്. ദെൻ ഇന്തോനേഷ്യയിൽ വരുന്ന സമയത്ത് കുബു ദയാഗ്, ഇന്തോനേഷ്യ കുബു ദയാഗ്. അപ്പം ഇവരും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പിഗ്മിക്കുകളെ പോലെയാണ്, അവരെ പോലെയാണ്, ഉയരം കുറഞ്ഞ ഇരുണ്ട നിറത്തിലുള്ള ആളുകളാണ്. ദെൻ അവർ വേട്ടയാടിയും മറ്റുമൊക്കെയാണ് ഭക്ഷണം സമ്പാദിക്കുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെയാണ് അവർ, മരിച്ചീനിയാണ് അവർ പ്രധാനമായിട്ടും ആഹാരമായിട്ട് കണ്ടെത്തുന്നത്. മേൽപ്പറഞ്ഞ പ്രദേശങ്ങളെല്ലാം തന്നെ ഭൂമധ്യരേഖയിൽ നിന്നും 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഭൂമധ്യയുടെ 10 ഡിഗ്രി തെക്ക്, ഇത് വടക്കല്ലേ, 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കുമായിട്ടാണ് ഈ പറയപ്പെട്ട പ്രദേശങ്ങളെല്ലാം കാണുന്നത്. ഈ മേഖലയെ നമ്മൾ പറയുന്ന പേര് മധ്യരേഖ കാലാവസ്ഥാ മേഖല. അപ്പോൾ മധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക. ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ എന്ന് പറയുന്നത് ഭൂമധ്യരേഖയുടെ 10 ഡിഗ്രി മുകളിൽ, 10 ഡിഗ്രി മുകളിലും 10 ഡിഗ്രി താഴെയും, അഥവാ 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി ഇടയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങളാണ്. ഓക്കെ അല്ലേ? അത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ദെൻ ബാക്കി ഡീറ്റെയിലിങ്ങിലേക്ക് വരാം. മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന നിബിഡ വനങ്ങൾ മധ്യരേഖ കാലാവസ്ഥ മേഖലകളുടെ സവിശേഷതയാണ്. അപ്പോൾ ഇവിടെ നിബിഡ വനങ്ങൾ കാണാം. ആ വനങ്ങളിൽ അധികവും ഉണ്ടാകുന്ന സസ്യജാലങ്ങളാണ് മഹാഗണി, എബണി, റോസ്വുഡ്. അപ്പോൾ ഇവയെല്ലാം വളരെ കാഠിന്യമേറിയ മരങ്ങളാണ് കേട്ടോ. മഹാഗണി, എബണി, റോസ്വുഡ്. വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമായ മധ്യരേഖ വനമേഖലകളിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യവർഗ്ഗങ്ങൾ ഇടതൂർന്ന് വളരുന്നു. അപ്പോൾ വളരെ അടുത്തടുത്ത് 1000-ലധികം സസ്യങ്ങളാണ് ഓരോ ചതുരശ്ര കിലോമീറ്ററിലും ഉള്ളത്. എത്രമാത്രം സമ്പന്നമായിട്ടുള്ള ഒരു കാടാണെന്ന് ഓർക്കുക അല്ലേ. മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിൽ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അപ്പോൾ മരം എന്തുകൊണ്ടാണ് ഇല പൊഴിക്കാത്തത്? മഴയും സൂര്യപ്രകാശവും ആവശ്യത്തിന് കിട്ടുന്നു. അപ്പോൾ ആവശ്യമുള്ള വെള്ളവും കിട്ടുന്നുണ്ട്, അതിന് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള പ്രകാശവും കിട്ടുന്നുണ്ട്. സോ അവയ്ക്ക് ഇല പൊഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നു. മധ്യരേഖ നിത്യഹരിതം, എപ്പോഴും പച്ചപ്പിലുള്ള എവർഗ്രീൻ ആയിട്ടുള്ള പ്രദേശങ്ങൾ. മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ വന വിഭവ ശേഖരണം ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. കാരണം അവിടെ നമുക്ക് നല്ല റിസോഴ്സ് കിട്ടും അല്ലേ, കാട്ടിൽ നിന്ന് നല്ല റിസോഴ്സുകൾ, വിഭവങ്ങൾ കിട്ടും. സോ അത് തന്നെയാണ് അവിടുത്തെ പ്രധാന ഉപജീവന മാർഗവും എന്ന് പറയുന്നത്. ആൾക്കുരങ്ങുകൾ, ലമർ, ഇത് കാണുന്നതാണ് ലമർ, ഒറാങ്ങുട്ടൻ തുടങ്ങിയ കുരങ്ങു വർഗ്ഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പലാണ് ഈ കാണുന്നത്, എന്നിങ്ങനെ വൈവിധ്യപൂർണമാണ് ഇവിടുത്തെ ജന്തുജാലങ്ങൾ. അപ്പോൾ ജന്തുജാലങ്ങൾ കൊണ്ടും സസ്യജാലങ്ങൾ കൊണ്ടും സമ്പന്നമായതാണ് ഈ ഒരു ഭൂമധ്യ രേഖയുടെ മുകളിലും താഴെയും 10 ഡിഗ്രി തെക്ക് വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലുള്ളത്. ദെൻ ആമസോൺ തടത്തിലെ ജൈവ വൈവിധ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലമായിട്ടുള്ള ജൈവ വൈവിധ്യ സമ്പന്നവുമായിട്ടുള്ള
മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയും ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന് ആധാരമാണ്. വളരെ ഉയരമുള്ള കാഠിന്യമേറിയ മരങ്ങൾ മുതൽ പായൽ വർഗ്ഗങ്ങൾ വരെ നീളുന്ന എണ്ണിയാലൊടുങ്ങാത്ത സസ്യവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ അസംഖ്യം വരുന്ന സൂക്ഷ്മജീവികൾ, ഷഡ്പദങ്ങൾ, വിവിധ ഇനം കുരങ്ങുകൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ജന്തുലോകവും ഈ വനങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് മുതൽക്കൂട്ടാകുന്നു. സോ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. സോ മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ മേഖലയിൽ ഉൾപ്പെട്ട ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങൾ വൻ നഗരങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ മുഴുവനും കാടുകളല്ല, അവിടെയും വളരെ വികസിതമായിട്ടുള്ള ബ്രസീൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ, മലേഷ്യ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെ വികസിതമായിട്ടുള്ള വളരെ ആധുനിക സൗകര്യങ്ങളുള്ള വ്യവസായങ്ങളും പട്ടണങ്ങളും ഉണ്ട്. സോ മലേഷ്യയിലെ ക്വാലാലംപൂർ നഗരത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മഴയെത്താത്ത മണൽപ്പരപ്പുകൾ. അപ്പം മഴ ഒഴിയാത്ത ഉഷ്ണമേഖലകൾ നമ്മൾ പറഞ്ഞു. ഇനി തീരെ മഴ കിട്ടാത്ത, മഴയെത്താത്ത മണൽപ്പരപ്പുകളെ നമുക്ക് നോക്കാം. കലാഹാരിയിലെ ബുഷ്മെൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാർ, പശ്ചിമ സഹാറയിലെ സൊറേഗ് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. അപ്പോൾ പേരുകളെല്ലാം പഠിക്കുക. കലാഹാരിയിലെ ഗോത്രവർഗമാണ് ബുഷ്മൻ. ദെൻ പശ്ചിമ സഹാറയിലെ തൊറേഗ്, അറേബ്യയിലെ ബെഡോയിൻ. അപ്പോൾ എല്ലാ പേരുകളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ എന്താണ് ഇവർക്കുള്ള പ്രത്യേകത? ഇവരൊക്കെ ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന ഉഷ്ണ മരുഭൂമികളിൽ ജീവിക്കുന്നവരാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ജീവിത രീതിയാണ് ഇവരുടേത്. ആ ഒരു ചിത്രമൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അല്ല, വേട്ടയാടുന്നതും ആട് മേയ്ക്കുന്നതും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. 2 അർദ്ധഗോളങ്ങളിലും 20-30 അക്ഷാംശങ്ങൾക്കിടയിൽ, അപ്പോൾ 10ന് കുറച്ചുകൂടെ മുകളിലാവും, 20-30 അക്ഷാംശങ്ങൾക്കിടയിലാണ് പൊതുവെ ഉഷ്ണമേഖല മരുഭൂമികളുടെ സ്ഥാനം. അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത്, ഏകദേശം ഈ ഭാഗത്ത് കേട്ടോ, ഈ ഭാഗത്തായിട്ടാണ് ആരുണ്ടാവുക? ഇതിങ്ങനെ ഗ്ലോബാണെങ്കിൽ പടിഞ്ഞാറ്, ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ മരുഭൂമി പ്രദേശങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട മരുഭൂമികൾ ഇവിടെ കൊടുക്കുന്നു. സഹാറ, കലഹാരി, അറേബ്യൻ മരുഭൂമി, താർ, ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി, അറ്റക്കാമ, മൊഹേവ്. ഇത് ലോകത്തിലെ പ്രധാനപ്പെട്ട മരുഭൂമികളാണ്. ഇത് ഏതൊക്കെ വൻകരയിലാണ് എന്ന് കണ്ടെത്തി എഴുതുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ SCERT സൊല്യൂഷൻസൊക്കെ നമ്മുടെ ടെലഗ്രാമിൽ ഇടും എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ആക്റ്റീവായിട്ട് ചെയ്യാത്തത്, നിങ്ങളത് ഡിമാൻഡ് ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങും. ദെൻ മരുഭൂമികളിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. അപ്പോൾ പകൽ നല്ല ചൂടുണ്ടാവും, രാത്രി ചൂട് തീരെ ഉണ്ടാവില്ല. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവാണ്. ചിത്രം കണ്ടോ? കള്ളിമുൾച്ചെടി, ഒട്ടകങ്ങളെ കണ്ടില്ലേ? ഉയർന്ന താപവും വരണ്ട കാറ്റും ജല ദൗർലഭ്യവും അനുഭവപ്പെടുന്ന ഉഷ്ണമരുഭൂമികളിൽ കള്ളിമുൾച്ചെടികൾ, അക്കേഷ്യ തുടങ്ങിയവയാണ് പ്രധാന സസ്യജാലങ്ങൾ. അപ്പോൾ കള്ളിമുൾച്ചെടി, അക്കേഷ്യ. കള്ളിമുൾ വർഗ സസ്യങ്ങൾക്ക് എന്തില്ല? ഇലകളില്ല. മാംസളമായ കാണ്ഡമാണ് ഇവയ്ക്ക്, സ്റ്റെമ്പ് മാത്രമേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടായിരിക്കാം? അതായിരിക്കും വെള്ളം ഇല്ലാതെ നിലനിൽക്കാൻ കുറച്ച് അനുയോജ്യമായിട്ടുള്ളത്. നമ്മൾ ലൈഫ് സയൻസിൽ, ബയോളജിയിൽ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ ഉഷ്ണമരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലനങ്ങൾ ഉള്ള ജന്തുവർഗ്ഗങ്ങളാണ്. അനുകൂല സാഹചര്യങ്ങൾ ഉള്ള ആളുകളാണ് ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ,
പാമ്പ് വർഗ്ഗങ്ങൾ, തേൾ, പല്ലി വർഗ്ഗങ്ങൾ. അപ്പോൾ ഇവയൊക്കെ നമുക്ക് ഇത്തരം പ്രദേശങ്ങളിൽ കാണാം. കുറുക്കനൊക്കെ ഉണ്ടാവും, കണ്ടില്ലേ? കുറുക്കൻ, കുതിര, കഴുത, പാമ്പ്, തേള്, പല്ലി, ഇവയൊക്കെ ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടാവും. വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഉഷ്ണ മരുഭൂമികളിലെ ഗോത്രജന വിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധി. മാംസം, പാല്, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. മാംസം, പാല്, തിനവിളകൾ, ഈന്തപ്പഴം. ഉഷ്ണ മരുഭൂമികളിൽ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ചാണ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കാണുന്നത്? സ്ഥിര ജനവാസ മേഖലകൾ. അപ്പോൾ ഇവിടെ പച്ചപ്പുള്ള ചില പ്രദേശങ്ങളുണ്ട്, അവിടെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? താമസിക്കാറുണ്ട്. കണ്ടില്ലേ? പച്ചപ്പുള്ള മേഖലകളിൽ മാത്രമേ ആൾ താമസിക്കൂ, അല്ലാതെ വെറും മണൽ പ്രദേശങ്ങളിൽ വാസയോഗ്യമല്ലാത്തത് കൊണ്ട് വെറും തരിശു ഭൂമിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങളെ നമ്മൾ പറയുന്ന പേര് മരുപ്പച്ചകൾ എന്നാണ്. അപ്പോൾ മരുഭൂമിയിൽ ജലം ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്, അവയുടെ പേര് മരുപ്പച്ചകൾ. ഒറ്റപ്പെട്ട് കാണുന്ന ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നു. ഉഷ്ണ മരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം. ആഫ്രിക്കയിലെ നൈൽ നദീതടം. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി, പരുത്തി തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. ഉഷ്ണ മരുഭൂമികൾ പലതും ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? മിനറൽസ് ഉണ്ടാവും, ധാതു നിക്ഷേപങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ഈജിപ്തിലെ നൈൽ നദി നമ്മൾ വളരെയധികം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇത്തരം പ്രദേശങ്ങൾ പഠിക്കുന്ന സമയത്ത്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നതിന് മതിയായ കാരണമുണ്ട്. നൈൽ തടം ഒഴികെ മറ്റു പ്രദേശങ്ങളെല്ലാം മരുഭൂമിയാണ്. പ്രാചീന സംസ്കാര പിറവിക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ കൃഷി യോഗ്യമാക്കുന്നതും നൈൽ നൽകുന്ന ജീവജലവും ഫലഭൂയിഷ്ടമായ മണ്ണുമാണ്. ലോകത്തെ ജനസാന്ദ്രമായ മേഖലയിൽ ഒന്നാണ് നൈൽ തടം. നൈലിനെ ഈജിപ്തിൻ്റെ ജീവരക്തം, അപ്പോൾ ഈജിപ്തിൻ്റെ ജീവരക്തം എന്നറിയപ്പെടുന്നത് നൈൽ നദിയാണ്. ഇത്തരം പ്രദേശങ്ങൾ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ് എന്ന് നമ്മൾ പറയും. ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായി. അപ്പോൾ മിനറൽസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സൗദി അറേബ്യയൊക്കെ പറയുന്ന സമയത്ത് തന്നെ അവിടുത്തെ എണ്ണ, പെട്രോളിയം, ഇവകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവയുടെ സമ്പന്നതയെ നമ്മൾ പറയുക, അല്ലേ? അപ്പോൾ ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങളാണ് ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായത്. ഇത്തരത്തിലുണ്ടായ വികസനം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു. മരുപ്രദേശങ്ങളിലെ വൻ നഗരങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതാണ്. അറേബ്യൻ നാടുകളിലെ നഗരങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവിടുത്തെ പെട്രോളിയം നിക്ഷേപങ്ങളാണല്ലോ ഈ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം. ഇപ്പോൾ സൗദി നഗരമായിട്ടുള്ള റിയാദ്, തലസ്ഥാനമായ റിയാദിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം നിറത്തിലുള്ള അയങ്ങ വസ്ത്രങ്ങളാണ് ധരിക്കുക. മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രം ഇവരുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതയാണ്. ഈ ചിത്രം കണ്ടില്ലേ? അപ്പോൾ അവരുടെ ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജിച്ച വസ്ത്രധാരണ ശൈലി അതാണ്. മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകമാണ്. ചുമടുകൾ കൊണ്ടുപോകുന്നതിനും സഞ്ചാരത്തിനും മരുഭൂമികളിൽ ഒട്ടകങ്ങളെയാണ് ആശ്രയിക്കാറ്. അതിനാലാണ് മരുഭൂമിയിലെ കപ്പൽ എന്ന് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ ഇവയുടെ ശരീരത്തിലുണ്ട്. ഇതുകൂടാതെ ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവും ഒട്ടകങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് മരുഭൂമിയിൽ ഇവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായകമാണ്. ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽ കാറ്റുകളിൽ നിന്നും അവയുടെ കണ്ണുകളെ സംരക്ഷിക്കുന്നു. ഇനി നമുക്ക് മഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വരാം. ധ്രുവ പ്രദേശങ്ങൾ, അല്ലേ? മഞ്ഞുരുകാത്ത നാട്ടിൽ ഇഗ്ലു. ചിത്രം കണ്ടില്ലേ? എസ്കിമോസിൻ്റെ അല്ലെങ്കിൽ ഇന്യൂട്ടുകളുടെ താമസ സ്ഥലം ഇഗ്ലു ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളാണ് ഇഗ്ലു. വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ. വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. നോർവേയൊക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരാണ് ഇന്യൂട്ടുകൾ. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ജീവിത ഉപാധി. ചെറു സമൂഹങ്ങളായി ജീവിക്കുന്ന ഇവർ ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കുന്നില്ല.
സഞ്ചാരവേളയിൽ മറ്റു സമൂഹങ്ങളുമായി ആവശ്യ സാധന കൈമാറ്റങ്ങൾ നടത്തുന്നു. തിമിംഗലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ച് ഇവർ വീട് നിർമ്മിക്കാറുണ്ട്. ഇനിയൂട്ടുകൾ വേനൽക്കാലത്ത് സീല്, റെയിൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നു. ഇവയുടെ മാംസം ഭക്ഷണമായും തുകൽ വസ്ത്രമായും എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളുമായിട്ട് ഇവരെന്ത് ചെയ്യാറുണ്ട്? പ്രയോജനപ്പെടുത്താറുണ്ട്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ ഇഗ്ലൂവിൽ നിന്ന് പുറത്തിറങ്ങാനില്ല. ഇക്കാലത്തേക്കുള്ള ഭക്ഷണം ഇവർ മുൻകൂട്ടി കരുതി വെക്കുന്നു. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ ഇരട്ടപ്പാളികളുള്ള ട്രൗസറുകളും ജാക്കറ്റുകളും ഇവരുടെ പരമ്പരാഗത വസ്ത്രധാരണ രീതിയിൽ പെടും. ഇവിടെ കണ്ടിട്ടില്ല, അവരുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്, ഇന്യൂട്ടുകളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്ന ഇനിയൂട്ടുകൾ ഈ മേഖലകളിൽ സാധാരണമാണ്. നോക്കി, വളർത്തുനായകൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അയാളൊരു സ്ലെഡ്ജിൽ നിൽക്കുകയാണ്, ഒരു പലകയിൽ നിൽക്കുകയാണ്. ഉത്തരാർദ്ധഗോളത്തിലെ ആർട്ടിക് വൃത്തം നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 66 ഡിഗ്രി വടക്ക്. ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥാ മേഖലയെ തുന്ദ്രാ മേഖല, അപ്പോൾ തുന്ദ്രാ മേഖല എന്നറിയപ്പെടുന്നത് 66 ഡിഗ്രി വടക്ക് ആർട്ടിക് വൃത്തമാണ്. തീരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസമുള്ള ഈ മേഖല ഒരു ശീത മരുഭൂമിയാണ്. അപ്പോൾ ഇതൊരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന താപം. ഏറ്റവും ഉയർന്ന താപം എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. പുഷ്പിക്കുന്ന ചെറുസസ്യങ്ങളും കുറ്റിച്ചെടികളും ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രം തല ഉയർത്തുന്നു. ഉയരമുള്ള സസ്യങ്ങൾ അപൂർവമായിട്ട് ഇവിടെ കാണാറുള്ളൂ. ധ്രുവക്കരടികൾ, റെയിൻഡിയർ, സമുദ്രജീവികളായിട്ടുള്ള തിമിംഗലം, സീൽ, മത്സ്യങ്ങൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. അല്ലേ, റെയിൻഡിയറിൻ്റെയൊക്കെ ചിത്രം കണ്ടില്ലേ? ഹിമക്കരടി, നീർനായ. സോ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ മേഖലകൾ, അവയുടെ അക്ഷാംശ വ്യാപ്തി, സസ്യങ്ങൾ, ജന്തുക്കൾ, ജനജീവിതത്തിൻ്റെ പ്രത്യേകത, ഇവകൾ പട്ടികപ്പെടുത്താനാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് കിട്ടുന്നില്ല എങ്കിൽ നമുക്കതിൻ്റെ സൊല്യൂഷൻസ് ടെലഗ്രാമിലൂടെ തരാം. ഭൂമിയിലെ വ്യത്യസ്തവും വൈവിധ്യപൂർണ്ണമായിട്ടുള്ള 3 കാലാവസ്ഥാ മേഖലകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇത്തരത്തിലുള്ള കാലാവസ്ഥാ മേഖലകൾ വേറെയുമുണ്ട്. അത് ഏതെല്ലാമാണെന്ന് അന്വേഷിച്ചറിയാം. എന്തായിരിക്കും ഇവയുടെ രൂപീകരണത്തിൻ്റെ അടിത്തറ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ 0 ഡിഗ്രിയാണ് നമ്മളെന്ന് പറയും ഭൂമധ്യരേഖ. അതിൻ്റെ 10 ഡിഗ്രി മുകളിൽ താഴെ ഉഷ്ണമേഖലയായിരിക്കും. ഇനി 30 ഡിഗ്രി വടക്കാകുന്ന സമയത്ത് മിതോഷ്ണ മേഖലയായിരിക്കും. ദെൻ 65 ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്ത് ശൈത്യമേഖല. അപ്പോൾ ഈ അക്ഷാംശരേഖയിൽ വരുന്ന വ്യത്യാസം, അതായത് ഭൂമധ്യരേഖയിൽ നിന്നും എത്രമാത്രം അകലെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഉഷ്ണമേഖല, ശൈത്യമേഖല, മിതോഷ്ണ മേഖല എന്നൊക്കെ നമ്മളിതിനെ വ്യത്യാസപ്പെടുത്തുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ അക്ഷാംശരേഖ ഭൂമധ്യരേഖയിൽ നിന്ന് എത്ര അകലമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥയിൽ വ്യതിയാനം വരുന്നു. കാരണം സൂര്യൻ്റെ ആ ഒരു പൊസിഷനൊക്കെ അവിടെ മാറും, സ്ഥാനം മാറും. അതനുസരിച്ച് കാലാവസ്ഥയിൽ വ്യത്യാസം വരുന്നു. ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും, കണ്ടില്ലേ, ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും സൂര്യപ്രകാശ ലഭ്യതയിൽ വരുന്ന വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയെ നമ്മൾ വിവിധ താപീയ മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഈ താപീയ മേഖലകളിൽ തന്നെ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളുണ്ട്. ഒരു ഭൂഭാഗത്തിൻ്റെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളാണ് വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നതിനുള്ള കാരണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കാലാവസ്ഥാ മേഖലയെ സ്വാധീനിക്കും? ഒന്ന്, ഭൂഭാഗത്തിൻ്റെ സ്ഥാനം. ഏത് സ്ഥാനത്താണ് ആ ഒരു ഭൂഭാഗം സ്ഥിതി ചെയ്യുന്നത്? ദെൻ സമുദ്രത്തിന് അടുത്താണോ ദൂരെയാണോ? സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതൊക്കെ അത്തരം പ്രദേശങ്ങളുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാറുണ്ട്. സോ ഏത് താപീയ മേഖലകളിലാണ് ഇവകൾ വരുന്നതെന്ന് ഇവിടെ രേഖപ്പെടുത്തുക. ഞാനിത് നിങ്ങൾക്ക് വിടുന്നു. നമ്മൾ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, നമ്മൾ പറയാത്തതൊന്നുമല്ല. അപ്പോൾ ഈ വൈവിധ്യങ്ങൾ തന്നെയാണ് ഭൂമിയുടെ യഥാർത്ഥ സൗന്ദര്യവും സമ്പത്തും. ഇത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ വ്യത്യസ്ത ടോപ്പിക്കുകളിൽ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്യുന്നുണ്ട്.
സോ അതുകൂടി കാണാൻ നോക്കുക. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ എന്ന് അറിയപ്പെടുന്നു എന്ന് തുടക്കം നമ്മൾ പറഞ്ഞു. ഓരോ കാലാവസ്ഥാ മേഖലയ്ക്കും തനതായ സവിശേഷതകളുണ്ട്. സൗരോർജ്ജ ലഭ്യതയെ അടിസ്ഥാനമാക്കി ഭൗമോപരിതലത്തെ വിവിധ താപീയ മേഖലകളാക്കി തിരിക്കാം. ഭൂഭാഗങ്ങളുടെ സ്ഥാനം, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തുടങ്ങിയ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ താപീയ മേഖലകൾക്കുള്ളിലും വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നു. ഓരോ മേഖലയിലെയും കാലാവസ്ഥ മനുഷ്യ ജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി.